ഹലോ എവ്രി വൺ. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ക്ലാസ് 9th പുതിയ ടെക്സ്റ്റ് ബുക്കിലെ ഫസ്റ്റ് ചാപ്റ്ററായ ജട്ട്പട്ട് ഓർ നട്ട്കട്ട് ആണ്. ഹിന്ദി ടെക്സ്റ്റ് ബുക്കിലെ ഫസ്റ്റ് ചാപ്റ്ററാണിത്. അപ്പോൾ ജട്ട്പട്ട് ഓർ നട്ട്കട്ട് ഇതെന്താണ്? നമുക്കിവിടെ രണ്ട് കുട്ടികളുടെ പിക്ചർ കാണാം, ഒരു വലിയ കുട്ടി, ഒരു ചെറിയ കുട്ടി. അപ്പോൾ ഈ വലിയ കുട്ടിയാണ് ജട്ട്പട്ട്, ഈ ചെറിയ കുട്ടിയാണ് നട്ട്കട്ട്. ജട്ട്പട്ട് എന്ന് വെച്ചാൽ പെട്ടെന്ന് കാര്യങ്ങൾ ചെയ്യുന്ന കുട്ടി, സ്പീഡിലെല്ലാം ചെയ്യുന്ന ആളെയാണ് നമ്മൾ ജട്ട്പട്ട് എന്ന് പറയാം. ജട്ട്പട്ട് എന്ന് വെച്ചാൽ എന്താണ്? സ്പീഡ്. നട്ട്കട്ട് എന്ന് വെച്ചാൽ എന്താണ്? കുരുത്തം കെട്ടത്. അപ്പം നോട്ടി എന്നൊരു മീനിങ് ആണ് നട്ട്കട്ടിന് വരുന്നത്. അപ്പോൾ ജട്ട്പട്ട് എന്താണ്? സ്പീഡ്. നട്ട്കട്ട് മീൻസ് നോട്ടി. അപ്പോൾ ഇതൊരു ചേട്ടൻ്റെയും അനിയൻ്റെയും കഥയാണ്. ചേട്ടൻ്റെ പേരാണ് ജട്ട്പട്ട്, അനിയൻ്റെ പേരാണ് നട്ട്കട്ട്. ഏക് താ ജട്ട്പട്ട് ഏക് താ നട്ട്കട്ട്. ഒരു ജട്ട്പട്ട് ഉണ്ടായിരുന്നു, ഒരു നട്ട്കട്ട് ഉണ്ടായിരുന്നു. ഒരു സ്പീഡിൽ കാര്യങ്ങൾ ചെയ്യുന്ന കുട്ടി ഉണ്ടായിരുന്നു, ഒരു നോട്ടി ആയിട്ടുള്ള കുട്ടി ഉണ്ടായിരുന്നു, ഒരു കുരുത്തം കെട്ട കുട്ടി ഉണ്ടായിരുന്നു. ഓക്കെ. ജട്ട്പട്ട് ബടാ താ നട്ട്കട്ട് ഛോട്ടാ. ജട്ട്പട്ട് വലുതായിരുന്നു, നട്ട്കട്ട് ചെറുതും. ബടാ കേവൽ 2 സാൽ ബടാ താ, ഛോട്ടാ കേവൽ 2 സാൽ ഛോട്ടാ. അപ്പോൾ വലിയ കുട്ടി ചെറിയ കുട്ടിയേക്കാളും എത്ര വയസ്സ് വലുതായിരുന്നു? 2 സാൽ, 2 വയസ്സ് വലുതായിരുന്നു. അപ്പം ചെറിയ കുട്ടി വലിയ കുട്ടീനേക്കാളും എത്ര വർഷം ചെറുതായിരുന്നു? 2 സാൽ, 2 വർഷം ചെറുതായിരുന്നു. ദോനോ സ്കൂൾ മേ പഠിത്തേ थे. രണ്ടുപേരും പഠിച്ചിരുന്നത് എവിടെയാണ്? സ്കൂളിലാണ്. ജട്ട്പട്ട് 5वीं में, നട്ട്കട്ട് 3री में. ജട്ട്പട്ട് 5वीं എന്ന് വെച്ചാൽ 5th സ്റ്റാൻഡേർഡിലും നട്ട്കട്ട് 3री എന്ന് വെച്ചാൽ 3ാം ക്ലാസ്സിലുമാണ് പഠിച്ചുകൊണ്ടിരുന്നത്. घर से दोनों भाई साथ साथ स्कूल जाते और साथ साथ ही वापस घर आते. അപ്പോൾ ഇവർ രണ്ടുപേരും സ്കൂളിൽ വീട്ടിൽ നിന്ന് ഒരുമിച്ചാണ്, സാത്താണ് സ്കൂളിൽ പോയിക്കൊണ്ടിരുന്നത്. ഓർ സാത്ത് ഹി വാപ്പസ് ഘർ ആത്തെ. വാപ്പസ് എന്ന് വെച്ചാൽ തിരിച്ച് വീട്ടിൽ വരുന്നത് അവർ ഒരുമിച്ചായിരുന്നു. वे एक गांव में रहती थी. स्कूल उनके गांव में नहीं, दूर दूसरे गांव में था. वहाँ तक पैदल जाना पड़ता था और पैदल ही वापस आना पड़ता था. जाते समय रास्ते में उन्हें कई चीज़ें मिलती थी. पोकर, बरगद, खेत, बाग, नाला और नदी. वापस आने पर भी रास्ते में उन्हें कई चीज़ें मिलती थी. നദി, നാല, ബാഗ്, ഖേത്ത്, ബർഗദ് ഓർ പോക്കർ. ഈ ഒരു പാരഗ്രാഫിൽ എന്താ പറയുന്നത്? അവരൊരു ഗാവിലാണ് ജീവിച്ചിരുന്നത്. ഗാവ് എന്ന് വെച്ചാൽ ഒരു വില്ലേജ്, ഒരു ഗ്രാമത്തിലാണ് ജീവിച്ചിരുന്നത്. സ്കൂൾ ഉൻകെ ഗാവ് മേ നഹി. സ്കൂൾ പക്ഷേ അവരുടെ വില്ലേജിലായിരുന്നില്ല. ദൂസരേ ഗാവ് മേ താ. കുറച്ച് ദൂരെ മറ്റൊരു ഗ്രാമത്തിലായിരുന്നു ഇവരുടെ സ്കൂൾ. വഹാ തക് പേദൽ ജാനാ പഡ്താ താ ഓർ പേദൽ ഹി വാപ്പസ് ആനാ പഡ്താ താ. പേദൽ എന്ന് വെച്ചാൽ വാക്ക്, നടന്ന്, കാൽനട യാത്രയായിരുന്നു ഇവർക്ക് സ്കൂളിലോട്ട് പോകേണ്ടതും പേദലാണ്, നടന്നിട്ടാണ്. തിരിച്ചു വരുന്നതും നടന്നിട്ടാണ്. ജാത്തേ സമയ രാസ്തേ മേ ഉനെ കൈ ചീസേ മിൽത്തി തി. പോകുന്ന വഴിക്ക്, രാസ്ത എന്ന് വെച്ചാൽ വഴിയിൽ അവർക്ക് കുറേ കാര്യങ്ങൾ കാണാൻ പറ്റുമായിരുന്നു. ചീസേ എന്ന് വെച്ചാൽ തിങ്സ്. പോക്കർ എന്താണ്? പോക്കർ എന്ന് വെച്ചാൽ പടൽ എന്ന് വെച്ചാൽ ചെളിക്കുണ്ടില്ലേ, അതാണ് പോക്കർ. ബർഗദ് എന്ന് വെച്ചാൽ ബാനിയൻ ട്രീ. ഓക്കെ, ബാനിയൻ ട്രീ. പിന്നെ ഖേത്ത് എന്ന് വെച്ചാൽ ഫീൽഡ്. ബാഗ് എന്ന് വെച്ചാൽ പൂന്തോട്ടം. നാല എന്ന് വെച്ചാൽ നമ്മുടെ തോടില്ലേ. പിന്നെ നദി എന്ന് വെച്ചാൽ നദി. വാപ്പസ് ആനി പർ ഭി രാസ്തേ മേ ഉനേ കൈ ചീസേ മിൽത്തി ഥി. അപ്പോൾ തിരിച്ചു വരുമ്പോഴും അവർക്ക് കുറേ കാര്യങ്ങൾ കാണുമായിരുന്നു വരുന്ന വഴിയിൽ. എന്തൊക്കെയാണ്? നദി, നാല, ഭാഗ്, കേത്ത്, ബർഗദ് ഓർ പോക്കർ. പോകുന്ന വഴിക്ക് എങ്ങനെയായിരുന്നു കണ്ടത്? പോക്കർ, ബർഗദ്, കേത്ത്, ഭാഗ്, നാല, നദി. തിരിച്ചു വരുമ്പോൾ നേരെ തിരിച്ചാണ് കാണുന്നത്. झटपट तेज चलता था, नटखट धीरे धीरे. झटपट बरगद तक पहुंच जाता, तब तक नटखट पोकर तक ही पहुंचा होता. എന്താണ് പറയുന്നത്? झटपट തേസ് എന്ന് വെച്ചാൽ പെട്ടെന്നാണ് നടക്കുന്നത്. നട്ട്കട്ട് ധീരെ ധീരെ. നട്ട്കട്ട് മെല്ലെ ആയിരുന്നു നടന്നുകൊണ്ടിരുന്നത്. झटपट ബർഗദ് തക് പहुंच जाता, तब तक നട്ട്കട്ട് പോക്കർ തക് ഹി പहुंचा होता. അപ്പോൾ झटपट ബർഗദ് എന്ന് വെച്ചാൽ എന്താണെന്നാണ് ഞാൻ പറഞ്ഞത്? ബാനിയൻ ട്രീയുടെ അടുത്ത് എത്തുമ്പോഴത്തേക്ക് നമ്മുടെ നട്ട്കട്ട് എവിടെ എത്തിയിട്ടേ ഉണ്ടാവുള്ളൂ? പോക്കറിൻ്റെ അടുത്ത് അല്ലേ, ഈ ചെളിക്കുണ്ടിൻ്റെ അടുത്തേ എത്തിയിട്ടുണ്ടാവുള്ളൂ. നമ്മൾ പറഞ്ഞു ആദ്യം എന്താണ്? പോക്കർ, പിന്നെ ബർഗദ്, പിന്നെ കേത്ത്, പിന്നെ ബാഗ്, പിന്നെ നാല, പിന്നെ നദി. ഈ ഒരു ഓർഡറിലാണ് സാധനങ്ങൾ കാണുന്നത്. അപ്പം മൂത്ത ആൾ ബാനിയൻ ട്രീയുടെ അടുത്ത് എത്തുമ്പോൾ ഇളയാൾ എവിടെയാണ്? ചെളിക്കുണ്ടിൻ്റെ അടുത്ത്. झटपट बाग तक पहुंच जाता, तब तक नटखट खेत तक ही पहुंचा होता. അപ്പം നമ്മുടെ झटपट ബാഗ് പൂന്തോട്ടത്തിൻ്റെ അടുത്ത് എത്തുമ്പോഴത്തേക്ക് നമ്മുടെ നട്ട്കട്ട് എവിടെ എത്തിയിട്ടുണ്ടാവുക? ഖേത്തിൻ്റെ അടുത്ത്, ഫീൽഡിൻ്റെ അടുത്തേ എത്തിയിട്ടുണ്ടാവുള്ളൂ. झटपट नदी तक पहुंच जाता, तब तक नटखट नाली तक ही पहुंचा होता. झटपट നദിയുടെ അവിടെ എത്തുമ്പോഴത്തേക്ക് നമ്മുടെ നട്ട്കട്ട് എവിടെ എത്തിയിട്ടുള്ളത്? ജസ്റ്റ് ആ ഒരു തോടിൻ്റെ അവിടെ, നാലയുടെ അടുത്തേ എത്തിയിട്ടുണ്ടാവുള്ളൂ.
माँ की हिदायत थी कि झटपट को छोटे भाई का ध्यान रखना है, नटखट को अपने साथ ही रखना है. അപ്പോൾ നമ്മുടെ അമ്മ ഒരു ഇൻസ്ട്രക്ഷൻ കൊടുത്തിട്ടുണ്ട്. ഹിദായത്ത് എന്ന് വെച്ചാൽ എന്താണ്? ഇൻസ്ട്രക്ഷൻ അഥവാ നിർദ്ദേശം. എന്താണ് കൊടുത്തിരിക്കുന്നത്? झटपट को छोटे भाई का ध्याൻ रखना है. മൂത്ത ആൾക്ക് ചെറിയ നട്ട്കട്ടിൻ്റെ കാര്യങ്ങളൊക്കെ ശ്രദ്ധയോടെ നോക്കണം, അവനെ ടേക്ക് കെയർ ചെയ്യണം. ധ്യാൻ എന്ന് വെച്ചാൽ ശ്രദ്ധ. നട്ട്കട്ട് കോ അപ്നെ സാത്ത് ഹി രഖ്നാ ഹെ. എപ്പോഴായാലും നട്ട്കട്ടിനെ കൂടെ തന്നെ വെക്കണം എന്നാണ് അമ്മയുടെ വീട്ടിൽ നിന്നുള്ള നിർദ്ദേശം. इसलिए झटपट को आगे निकल जाने पर पीछे मुड़कर देखना पड़ता था. ഇതുകൊണ്ട് തന്നെ झटपटिനെ എപ്പോൾ മുമ്പിൽ വേഗം നടന്ന് എത്തിക്കഴിഞ്ഞാലും പീച്ചെ മുടണമെന്ന് വെച്ചാൽ തിരിഞ്ഞു നോക്കേണ്ട ആവശ്യം വരുമായിരുന്നു. കാരണം അമ്മയുടെ ഒരു നിർദ്ദേശം ഉണ്ടല്ലോ എപ്പോഴും നട്ട്കട്ടിനെ സൂക്ഷിച്ച് കെയർ ചെയ്യണമെന്ന്. ഉൻഹെ നട്ട്കട്ട് को पुकार कर जल्दी चलने के लिए कहना पड़ता. അപ്പോൾ അവന് നട്ട്കട്ടിനെ പുക്കാറണമെന്ന് വെച്ചാൽ വിളിക്കുക, തിരിഞ്ഞു നോക്കി വിളിച്ചിട്ട് വേഗം നടക്കുക എന്ന് പറയേണ്ട ആവശ്യം എപ്പോഴും ഉണ്ടാവുമായിരുന്നു. ബാർ ബാർ റുക്കർ നട്ട്കട്ട് का इंतज़ार करना पड़ता. ബാർ എന്ന് വെച്ചാൽ വീണ്ടും വീണ്ടും, റുക്ന എന്ന് വെച്ചാൽ നിന്നിട്ട്, നട്ട്കട്ട് കാ ഇന്തസാർ എന്ന് വെച്ചാൽ വെയിറ്റ് ചെയ്യേണ്ട ആവശ്യം ഉണ്ടായിരുന്നു. അപ്പോൾ എപ്പോഴും നിന്നിട്ട് അവനെ വിളിച്ച് വേഗം നടക്കടാന്ന് പറഞ്ഞിട്ട് അവന് വേണ്ടി വെയിറ്റ് ചെയ്യേണ്ട ആവശ്യം വരുമായിരുന്നു. കബി സ്കൂൾ ജാനെ കെ ലിയെ ദേരി ഹോത്തി ദേഖ് നട്ട്കട്ട് കാ ഹാത്ത് പക്കഡ് കർ അപ്നെ സാത്ത് ദൗടാനാ ഭി പഡ്താ. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് സ്കൂളിൽ പോകാൻ അയ്യോ ലേറ്റായെന്ന് വിചാരിച്ചിട്ട് നട്ട്കട്ടിൻ്റെ കൈ പിടിച്ചിട്ട് അവൻ്റെ കൂടെ ഓടിക്കേണ്ട അവസ്ഥ വരെ വന്നിട്ടുണ്ട്. ദോടാനാന്ന് വെച്ചാൽ ഓടിക്കുക, പക്കഡ്കർ എന്ന് വെച്ചാൽ കൈ പിടിച്ചിട്ട്, ഹാത്ത് പക്കഡ്ന. ഓക്കെ. झटपट परेशान हो जाता और घर लौटकर माँ से शिकायत करता. പരീക്ഷ എന്ന് വെച്ചാൽ പ്രാന്ത് പിടിക്കുക, ടെൻഷൻ അടിക്കുക. झटपट ഇതൊക്കെ വട്ട് പിടിച്ചിട്ട് ലോട്ട്കർ എന്ന് വെച്ചാൽ വീട്ടിൽ തിരിച്ചെത്തിയിട്ട് അമ്മയോട് ഷിക്കായത്ത് കർത്ത. ഷിക്കായത്ത് എന്ന് വെച്ചാൽ കംപ്ലെയിൻറ്റ് ചെയ്യും. മാ ഛോട്ടാ ബഹുത് പരീക്ഷാൻ കർത്താ ഹെ. അവ അമ്മ ഈ ചെറുതന്നെ ഭയങ്കരമായിട്ട് ശല്യപ്പെടുത്തുന്നുണ്ടെന്ന് പറയും. അപ്പോൾ ഛോട്ടാ ഹെന മാ മുസ്കുരാ ദേത്തി. അമ്മ മുസ്കുരാനെന്ന് വെച്ചാൽ ചിരിച്ചുകൊണ്ട് എന്താ പറയുക, ചെറുതല്ലേ അവൻ എന്ന് പറയും. നിങ്ങളോടും ഇങ്ങനെയൊക്കെ പറയുന്നുണ്ടാവല്ലേ വീട്ടിൽ. ഓർ ബഡേ കോ തോ ഛോട്ടേ കാ ധ്യാൻ രഖ്നാ ഹി പഡ്താ ഹെ. ആൻഡ് വലിയ കുട്ടികൾക്ക് ചെറിയ കുട്ടികളുടെ കാര്യങ്ങളൊക്കെ നോക്കേണ്ടത് അതങ്ങനെയല്ലേ നമ്മ ചോദിക്കും. ധ്യാൻ രഖ്നാന്ന് വെച്ചാൽ എന്താണ്? ടു ടേക്ക് കെയർ. നെക്സ്റ്റ് എന്താ? झटपट झुंझलाता पर कुछ न कह पाता. അപ്പോൾ झटपटिന് ഇങ്ങനെ ഒരു പരുങ്ങൽ, ഒരു ഇഷ്ടപ്പെടില്ല. पर कुछ न कह पाता, പക്ഷെ അവനൊന്നും പറയാൻ പറ്റില്ലായിരുന്നു. बड़ा था, വലുതായിപ്പോയില്ലേ. छोटे का ध्यान तो उसे रखना ही था. ചെറിയ ആളുടെ കാര്യം ഞാൻ തന്നെ നോക്കണം, അതും അവനും അറിയാം. ലേക്കിൻ ഉസേ ലഗ്താ കി നട്ട്കട്ട് കുച്ച് ജ്യാദാ ഹി നട്ട്കട്ട് ഹെ. പക്ഷെ അവൻ എപ്പോഴും എന്താ തോന്നിയത്, നമ്മുടെ നട്ട്കട്ട് കുറച്ച് കൂടുതൽ നട്ട്കട്ടാണ്, കൂടുതൽ കുരുത്തം കെട്ടതായി വരുന്നുണ്ടെന്ന് തോന്നി. रास्ता चलते रुककर पोकर के पानी के अंदर की मछलियाँ और पानी के ऊपर की बतखें देखने लगता है. അപ്പോൾ ഈ പോകുന്ന വഴിക്ക്, രാസ്ത എന്ന് വെച്ചാൽ വഴി, ചെല്ല എന്ന് വെച്ചാൽ നടക്കുക, റുക്ന എന്ന് വെച്ചാൽ നിൽക്കുക, പോക്കർ എന്ന് വെച്ചാൽ എന്താ പടിൽ, ചെളിക്കുണ്ടിന് അകത്തുള്ള, അന്തർ എന്ന് വെച്ചാൽ ഇൻസൈഡ്, മച്ലിയ എന്ന് വെച്ചാൽ എന്താണ്, മീൻ, പാനിക്ക് ഊപ്പർക്ക് ബത്കെ എന്ന് വെച്ചാൽ താറാവ്. അപ്പം നമ്മുടെ നട്ട്കട്ടിൻ്റെ പണിയെന്ന് പോകുന്ന വഴിക്ക് നമ്മുടെ ചെളിക്കുണ്ടിൻ്റെ അവിടെ നിന്നിട്ട് അതിനകത്തുള്ള മീനിനെ അതിൻ്റെ മുകളിലേക്കൂടെ പോകുന്ന താറാവിനെയൊക്കെ നോക്കലാണ് നമ്മുടെ നട്ട്കട്ടിൻ്റെ പണി. ബർഗദ് കെ ഊപ്പർ സെ നീച്ചെ ആത്തി ഝടേ പക്കഡ്കർ ജൂൽനെ ലഗ്താ ഹെ. ബർഗദ്, ബാനിയൻ ട്രീയിൽ മുഴുവൻ നമ്മുടെ വള്ളികൾ ഇങ്ങനെ താഴോട്ട് വരുമല്ലേ, അതാണ് എന്ന് വെച്ചാൽ ബാനിയൻ ട്രീയിലുള്ള വള്ളികൾ. അത് പക്കഡ്നാന്ന് വെച്ചാൽ പിടിച്ചിട്ട് ജൂൽനെ ലഗ്താ ഹെ. ജൂൽനാന്ന് വെച്ചാൽ ഊഞ്ഞാലാടുക, സ്വിങ് ചെയ്യുക. അതാണ് നമ്മുടെ നട്ട്കട്ടിൻ്റെ രണ്ടാമത്തെ പണി. ഖേത്ത് മേ ഘുസ്കർ ഖാനെ കി കോയി ചീസ് ഖോജ്നെ ലഗ്താ ഹെ. ഖേത്ത് എന്ന് വെച്ചാൽ പാടം, ഘുസ്ന എന്ന് വെച്ചാൽ ഇങ്ങനെ നുഴഞ്ഞു കയറുക, ഖാന എന്ന് വെച്ചാൽ ഫുഡ്, ഖോജ്ന എന്ന് വെച്ചാൽ പരുതുക. അപ്പോൾ എന്താ ചെയ്യുക, ഫീൽഡിൽ നുഴഞ്ഞു കയറിയിട്ട് അവിടെ എന്തെങ്കിലും കഴിക്കാനുണ്ടോ എന്ന് നോക്കാൻ തുടങ്ങും. ബാഗ് സേ ഗുസർനെ പർ ആം യാ അമ്രൂദ് തോടനെ ലഗ്താ ഹെ. പൂന്തോട്ടത്തിലൂടെ കടന്നു പോകുമ്പം ഗുസർനാന്ന് വെച്ചാൽ കടന്നു പോവുക. ആം എന്താ മാങ്ങ, അമ്രൂദ് എന്താ പേരയ്ക്കില്ലേ, പേരയ്ക്ക, ഗ്വാവ. തോടനാന്ന് വെച്ചാൽ പറിക്കുക. അപ്പം എന്താണ് പണി, നമ്മുടെ പൂന്തോട്ടം കടന്നു പോകുമ്പം മാങ്ങ പറിക്കുക, അല്ലെ പേരയ്ക്കൊക്കെ പറിക്കാൻ നിൽക്കും. नाले को उधर से इधर और इधर से उधर छलांग लगाकर पार करने का खेल खेलने लगता है. നാല വെച്ചാൽ എന്താണ്, നമ്മുടെ തോട്. അപ്പോൾ ഇത് നമ്മുടെ തോടാണെങ്കിൽ ഇവിടുന്ന് അതിപ്പുറത്തോട്ട് ചാടും, എന്നിട്ട് ഇവിടുന്ന് അങ്ങോട്ട് ചാടും. അതിനെയാണ് ഛലാങ് ലഗാന എന്ന് പറയുക. ഛലാങ് എന്ന് വെച്ചാൽ ടു ജംപ്. അപ്പം ഇവിടുന്ന് അങ്ങോട്ടും അവിടുന്ന് ഇങ്ങോട്ടും ചാടിയിട്ട് കളിക്കാൻ തുടങ്ങും. നദി കെ പുൽ കാ ജൽദി സെ പാർ കർനെ കെ ബജായ്
उसकी मुंडेर से टिककर नीचे बहती नदी को निहारने लगता है. അപ്പോൾ നമ്മുടെ നദി, ഇതിപ്പോൾ നമ്മുടെ നദിയാണെന്ന് വിചാരിക്കുക. നദിയുടെ മുകളിൽ എന്താ ഉള്ളത്? ഒരു ബ്രിഡ്ജ്. പുൽ എന്നാണ് ബ്രിഡ്ജിന് നമ്മൾ ഹിന്ദിയിൽ പറയുന്നത്. ഓക്കെ, അപ്പം നമ്മുടെ ബ്രിഡ്ജിനൊക്കെ ഇങ്ങനെ ഒരു പിടിക്കാൻ, നമ്മൾ വീണ് പോകാണ്ടിരിക്കാൻ വേണ്ടി പിടിക്കാനൊരു സാധനം ഉണ്ടാവും അല്ലേ. അപ്പോൾ ഈ നമ്മുടെ നട്ട്കട്ടിൻ്റെ പണി എന്താ? ഇവിടെ പോയി നിൽക്കും. ഇവിടെ പോയി നിന്നതിന് ശേഷം ഇങ്ങനെ തല അങ്ങോട്ട് ഇട്ടിട്ട് ഈ നദിയിലോട്ട് നോക്കും. മുണ്ടേർ എന്ന് വെച്ചാൽ, മുണ്ടേർ എന്താണ്? ഈ പിടിക്കുന്ന ആ ഒരു, നമ്മൾ വീഴാതിരിക്കാനുള്ള ആ ഒരു സ്ഥലം. ടിക്ന എന്ന് വെച്ചാൽ അവിടെ ഒട്ടിപ്പിടിച്ച് നിന്നിട്ട്, നീച്ചെന്ന് വെച്ചാൽ താഴോട്ട്, ബെഹത്തി എന്ന് വെച്ചാൽ ഒഴുകുന്ന നദിക്കോ നിഹാർനെ ലഗ്താ ഹെ. നിഹാർന എന്ന് വെച്ചാൽ നല്ല സൂക്ഷ്മതയോടെ നോക്കുക, സ്നേഹത്തോടെ നോക്കുക. ഏക് ദിൻ തോ നട്ട്കട്ട് നെ ഹദ് ഹി കർ ദി. ഒരു ദിവസം അവൻ കടന്ന കൈ, ഹദ് ഹി കർന എന്ന് വെച്ചാൽ അങ്ങ് കടന്ന കുരുത്തക്കേട് കാണിച്ചു. दोनों भाई स्कूल से लौट रहे थे. नदी का पुल आया तो नटखट पुल पर चढ़ने के बजाय नीचे उतर गया और नदी किनारे जा पहुंचा. ഒരു ദിവസം നമ്മുടെ നട്ട്കട്ട് എന്താ ചെയ്യുക? അപ്പോൾ ഇവരുടെ വീട്ടിൽ നിന്ന് ഇങ്ങനെ റോഡ് നടന്നിട്ട് ഇങ്ങനെ ബ്രിഡ്ജാണ്, പക്ഷേ ബ്രിഡ്ജിൽ നിന്ന് ഇങ്ങനെ നേരെ പോയാൽ എവിടെ എത്തും? നദിയിലോട്ട് എത്തും. പാലം കയറാതെ പോയി കഴിഞ്ഞാൽ നട്ട്കട്ട് എന്ത് ചെയ്തു ഒരു ദിവസം? അപ്പോൾ ഈ നമ്മുടെ ബ്രിഡ്ജ് വന്നപ്പോൾ ബ്രിഡ്ജിലോട്ട് ഇങ്ങനെ കയറാണ്ട് താഴോട്ട് ഇറങ്ങിയിട്ട് നമ്മുടെ നദിയുടെ കിനാര എന്ന് വെച്ചാൽ നദി അരികിൽ പോയി. बस्ते में पहले से बनाकर रखी हुई कागज़ की 2 नावें निकाली और एक एक करके बहते पानी में छोड़ दी. എന്തൊരു കുരുത്തം കേട്ടതല്ലേ. ബസ്ത എന്ന് വെച്ചാൽ എന്താ? സ്കൂൾ ബാഗ് അല്ലെങ്കിൽ ബാഗ്. പെഹലെ എന്ന് വെച്ചാൽ മുമ്പ് തന്നെ, ബനാക്കർ എന്ന് വെച്ചാൽ ഉണ്ടാക്കി വെച്ച, രഖി ഹുയി കാഗസ് കി 2 നാവേ പേപ്പർ കൊണ്ടുണ്ടാക്കിയ 2 ബോട്ട് എടുത്തിട്ട് അവൻ ഓരോന്നായിട്ട് വെള്ളത്തിൽ അങ്ങ് വിടാൻ തുടങ്ങി. അപ്പോൾ നമ്മുടെ നട്ട്കട്ട് എന്താ ചെയ്യുക? ഒരു ദിവസം ബ്രിഡ്ജ് കയറാതെ നദിയിലോട്ട് അങ്ങ് ഇറങ്ങി പോയിട്ട് അവിടെ അവൻ ഓൾറെഡി ബാഗിലുണ്ടാക്കി വെച്ച 2 ബോട്ട് എടുത്തിട്ട് നദിയിൽ അങ്ങ് ഒഴുക്കി വിടാൻ തുടങ്ങും. നാവേ ബേ ചലി തോ നട്ട്കട്ട് ഖുഷ് ഹോക്കർ താലി ബജാനെ ലഗ. അപ്പോൾ ഈ ബോട്ട്സ് ഇങ്ങനെ ഒഴുകി പോകുന്ന കണ്ടപ്പോൾ നമ്മുടെ നട്ട്കട്ടിന് ഭയങ്കര സന്തോഷമായി. അവൻ സന്തോഷം കൊണ്ട് താലി ബജാന വെച്ചാൽ ക്ലാപ്പ് ചെയ്യാൻ തുടങ്ങി. उधर पुल पर पहुंच चुके झटपट ने पीछे मुड़कर देखा तो नटखट नहीं दिखा. അപ്പോൾ നമ്മുടെ झटपट ചേട്ടനാണെങ്കിലോ അങ്ങ് ബ്രിഡ്ജൊക്കെ കയറി അങ്ങ് നടന്ന് പോവാണ്. തിരിഞ്ഞു നോക്കിയപ്പോൾ നമ്മുടെ നട്ട്കട്ടിനെ കാണാനില്ല. झटपट घबरा गया कि नटखट कहाँ गया. झटपट घबराना എന്ന് വെച്ചാൽ പേടിച്ചു പോയി. നട്ട്കട്ട് എവിടെ പോയി? നട്ട്കട്ട് കहाँ गया. താലി ബജ്നെ की आवाज़ सुनकर नीचे देखा. അപ്പോഴാണ് താഴെ ക്ലാപ്പ് ചെയ്യുന്ന സൗണ്ട് കേൾക്കുന്നത്. അവൻ താഴോട്ട് നോക്കുമ്പോൾ തോ നട്ട്കട്ട് നീച്ചെ നദി കിനാരെ ഖടാ ദിക്ക. അപ്പോൾ അവൻ കണ്ടു നമ്മുടെ നട്ട്കട്ട് നദി അരികിൽ അവിടെ നിൽക്കുന്നുണ്ട്. झटपट को उस पर बहुत बड़ा गुस्सा आया. झटपटिന് അവന് ഗുസ്സാന്ന് വെച്ചാൽ ഭയങ്കര ദേഷ്യം വന്നു നട്ട്കട്ടിനോട്. जोर से चिल्लाकर बोला. जोर से ഒച്ചയെടുത്ത്, ചില്ലാനെന്ന് വെച്ചാൽ സ്ക്രീം ചെയ്തിട്ട് പറഞ്ഞു, അരേ ഛോട്ടെ തും വഹാ നീച്ചെ ക്യാ കർ രഹേ ഹോ. ചെറുതേ, നീ എന്താ അവിടെ താഴെ പണിയെടുക്കുന്നതെന്ന് ചോദിക്കും. നട്ട്കട്ടിനെ ചോക്കർ ഊപ്പർ ദേക്കാ. ചോക്കറാന്ന് വെച്ചാൽ നമ്മൾ പെട്ടെന്നൊരാൾ ഒച്ചയെടുത്ത് വിളിച്ചാൽ നമ്മൾ എന്താവും? ഞെട്ടിപ്പോവും. ഞെട്ടിയിട്ട് മുകളിലോട്ട് നോക്കും. ഊപ്പർ എന്ന് വെച്ചാൽ മുകളിലോട്ട്, ദേക്കാന്ന് വെച്ചാൽ നോക്കുക. और നദി കിനാരെ रखा अपना बस्ता उठाने के लिए झुका. അപ്പോൾ അത് കേട്ടപ്പോൾ തന്നെ അവൻ വേഗം അവൻ നദിയരികിൽ വെച്ചിരുന്ന അവൻ്റെ ബാഗ് എടുക്കാൻ വേണ്ടിയിട്ട് കുനിയും. झुकना എന്ന് വെച്ചാൽ കുനിയുക. अचानक उसका पाव फिसला और वो पानी में गिर पड़ा. പെട്ടെന്ന് അച്ചാനക് ഉസ്കാ പാവ് ഫിസ്ല, അവൻ്റെ കാല് വഴുതിയിട്ട് അവൻ വെള്ളത്തിലോട്ട് അങ്ങ് വീണു പോവും. പാനി കാ ബഹാവ് തേസ് ഥാ. വെള്ളത്തിൻ്റെ ഒഴുക്ക് ഭയങ്കര സ്പീഡിലായിരുന്നു. ബഹാവ് എന്ന് വെച്ചാൽ ഒഴുക്ക്, തേസ് എന്ന് വെച്ചാൽ സ്പീഡ്. और नटखट को तैरना नहीं आता था. നമ്മുടെ നട്ട്കട്ടിനാണെങ്കിൽ തേർനാന്ന് വെച്ചാൽ സ്വിമ്മിങ്, നീന്താനും അറിയില്ലായിരുന്നു. ഛോട്ട, എന്താണിത് എഴുതിയിരിക്കുന്നത്? ഓക്കെ, അത് നമുക്ക് വിടാം. ബെഹ്ഗയ. അപ്പം നമ്മുടെ നട്ട്കട്ട് അങ്ങ് ഒഴുകിപ്പോയി. ഡൂബ്ത്തെ ഉത്താർത്തെ ദൂർ ജാനെ ലഗ. മുങ്ങിയും പൊങ്ങിയും. ഡൂബ്ത്തെ ഉത്തരത്തെ എന്ന് വെച്ചാൽ, ഉത്തരാത്തെ എന്ന് വെച്ചാൽ മുങ്ങിയും പൊങ്ങിയും അവൻ ദൂരെ പോകാൻ തുടങ്ങി. झटपट को तैरना आता था. ഭാഗ്യത്തിന് നമ്മുടെ झटपट ചേട്ടൻ എന്തറിയായിരുന്നു? നീന്താൻ അറിയായിരുന്നു. उसने झट अपना बस्ता पीठ से उतार कर पुल की मुंडेर पर रखा और नदी में कूद पड़ा. നമ്മുടെ ചേട്ടൻ എന്താ ചെയ്യുന്നത്? झट से സ്പീഡിൽ അവൻ്റെ ബസ്ത, ബാഗ്, പീട്ട് എന്ന് വെച്ചാൽ പുറം, ഉത്താരണ എന്ന് വെച്ചാൽ ഇറക്കി വെച്ചിട്ട്, പുൽ എന്ന് വെച്ചാൽ ബ്രിഡ്ജ്, മുണ്ടേർ എന്ന് വെച്ചാൽ നമ്മൾ നേരത്തെ പറഞ്ഞ ബ്രിഡ്ജിൽ നിന്ന് വീഴാതിരിക്കേണ്ട ഒരു വേലി അവിടെ വെച്ചിട്ട് നദിമേ കൂദ്പട, ഒറ്റ
ഒറ്റച്ചാട്ടം നദിയിലോട്ട്. കൂദന എന്ന് വെച്ചാൽ ചാടുക. थोड़ी देर तैरने के बाद ही उसने नटखट को पकड़ लिया. കുറച്ചു നേരം നീന്തി കഴിഞ്ഞതിന് ശേഷം തന്നെ അവൻ നട്ട്കട്ടിനെ പിടിച്ചു. और किनारे पर ले आया. എന്നിട്ട് നദിയുടെ അരികിലോട്ട് കൊണ്ടുവന്നു. झटपट को इतना गुस्सा आ रहा था कि नटखट को 2 झापट लगाए. അപ്പം झटपट അത്രയ്ക്ക് ദേഷ്യം വരുന്നുണ്ടായിരുന്നു. झापड़ എന്ന് വെച്ചാൽ 2 അടി വെച്ച് കൊടുത്തു നമ്മുടെ नटखट. पर नटखट इतना डरा और घबराया हुआ था कि उसे छोटे भाई पर प्यार आ गया. പക്ഷെ നമ്മുടെ नटखट എന്താണ് ഇത്രയും പേടിച്ച്, ഡര ഘബറായ എന്നൊക്കെ വെച്ചാൽ എന്താണ്, പേടിച്ചിരിക്കുകയായിരുന്നു. ആ പേടി കണ്ടപ്പോൾ നമ്മുടെ ചേട്ടൻ എന്തായി, അനിയനോട് പ്യാരാകയ എന്ന് വെച്ചാൽ സ്നേഹം തോന്നും, പാവം തോന്നി കരയുന്ന കണ്ടപ്പോൾ. उसने नटखट का हाथ पकड़े पकड़े उसका बस्ता उठाया और पुल तक पहुंचाने वाली चढ़ाई चढ़ने लगी. നട്ട്കട്ടിൻ്റെ കൈ പെട്ടെന്ന് झटपट പിടിച്ചിട്ട് അവൻ്റെ ബാഗും എടുത്തിട്ട് അവനെ ബ്രിഡ്ജ് വരെ എത്തിക്കാനുള്ള ആ ഒരു വഴി, ആ ഒരു ഇങ്ങനെ മുകളിലോട്ട് കയറിപ്പോയല്ലേ ബ്രിഡ്ജിലെത്താന്നല്ലേ നമ്മളിപ്പോൾ പറഞ്ഞ. ഇവരിപ്പോൾ താഴെയല്ലേ ഉള്ളത്. എന്നിട്ട് ഇവർ ഈ ചടായി എന്ന് വെച്ചാൽ ഈ കയറ്റം കയറാൻ തുടങ്ങി. पुल पर पहुंचा ही ताकि नटखट अचानक गला फाड़कर रोने लगा. ബ്രിഡ്ജ് കയറിയതേ ഉള്ളൂ നമ്മുടെ നട്ട്കട്ട് എന്താ പറയുക, ഇങ്ങനെ തൊണ്ട പൊട്ടി കരയാൻ തുടങ്ങി. ഗലാ ഫാഡ്കർ എന്ന് വെച്ചാൽ തൊണ്ട പൊട്ടിച്ച് കരയാൻ തുടങ്ങി. झटपट ने कहा, अब तो तुम बह जाने से बच गए हो, फिर क्यों रो रहे हो? നീ ഇപ്പോഴല്ലേ മുങ്ങി ചാവുന്നതെന്ന് രക്ഷപ്പെട്ട, പിന്നെ എന്തിനാണ് നീ കരയുന്നതെന്ന് ചോദിക്കും. നട്ട്കട്ടിനെ റോത്തെ റോത്തെ കഹ. നട്ട്കട്ട് ഇങ്ങനെ കരഞ്ഞുകൊണ്ട് പറയാം, തും ഘർ ജാക്കർ മാ സെ മേരി ഷിക്കായത്ത് കരോगे. നീ വീട്ടിൽ പോയിട്ട് അമ്മേനോട് എൻ്റെ കംപ്ലയിൻറ്റ് പറയും. ഷിക്കായത്ത് എന്ന് വെച്ചാൽ എന്നെക്കുറിച്ച് കംപ്ലയിൻറ്റ് പറയും. അഗർ ന കരൂ തോ ജോ കഹോ. അപ്പോൾ ചേട്ടൻ എന്ത് ചോദിക്കും, ഞാൻ പറഞ്ഞില്ലെങ്കിലോ? അപ്പോൾ അനിയൻ എന്ത് പറയും, നീ പറയുന്നത് എന്തും ഞാൻ ചെയ്യും. നമ്മളങ്ങനെയല്ലേ പറയാം ഒരാളോട്, നീ ഇത് ആരോടും പറഞ്ഞില്ലെങ്കിൽ നീ പറയുന്നതൊക്കെ ഞാൻ ചെയ്യാം. ആ ഒരു ഇതായി. നട്ട്കട്ട് കരോന ബന്ദ് ഹോ ഗയ. അത് കേട്ടപ്പോൾ തന്നെ നട്ട്കട്ട് എന്താ കരച്ചിലൊക്കെ നിർത്തി. അപ്പോൾ കള്ളക്കരച്ചിലായിരുന്നല്ലേ, പേടിച്ചിട്ട് കരഞ്ഞതാണ്. മുझे കാഗസ് കി നാവ് ബനാന നഹി ആത്ത, തും സിക്കാ ദോഗേ. അപ്പോൾ झटपट എന്താ ചോദിക്കുക, എനിക്ക് ഈ പേപ്പർ വെച്ചിട്ട് ബോട്ട് ഉണ്ടാക്കാനൊന്നും അറിയില്ല, നീ എന്നെ പഠിപ്പിച്ചു തരുമോ? ഹാ ഉസ്മേ ക്യാ ഹേ. അപ്പം ഛോട്ടാ പറയും, അതിനിപ്പോൾ എന്താ, ഞാൻ പഠിപ്പിച്ചു തരാമല്ലോ. നട്ട്കട്ട് ഖുഷ് ഹോക്കർ ബോല, സന്തോഷത്തോടെ പറയും. पर मुझे तैरना नहीं आता, तुम सिखा दोगे. അപ്പോൾ നമ്മുടെ നട്ട്കട്ട് ചേട്ടനോട് എന്താ ചോദിക്കുക, എനിക്ക് നീന്താൻ അറിയില്ല, നീ എന്നെ പഠിപ്പിക്കുമോ? സിഖാ ദോഗേ എന്ന് വെച്ചാൽ നീ എനിക്ക് പഠിപ്പിച്ചു തരുമോ? ഹാ ഉസ്മേ ക്യാ ഹേ. അപ്പോൾ നമ്മുടെ ചേട്ടനും പറയും, ആ അതിനെന്താ, ഞാൻ പഠിപ്പിച്ചു തരാമല്ലോ. झटपट ने मुस्कुराते हुए नटखट के शब्दों की नकल की और दोनों भाई हंस पड़े. അപ്പോൾ झटपट എന്ത് ചെയ്യും, ചിരിച്ചുകൊണ്ട് നമ്മുടെ അനിയൻ നട്ട്കട്ടിൻ്റെ സൗണ്ട് നമ്മൾ മിമിക്രി കാണിക്കില്ലേ, നക്കൽ കർണാന്ന് വെച്ചാൽ കോപ്പി അടിച്ച് മിമിക്രി കാണിച്ചു. അപ്പോൾ അത് കേട്ടപ്പോൾ എല്ലാവരും ചിരിച്ചു. നിങ്ങളും നിങ്ങളുടെ ചേച്ചിയുടെയും ചേട്ടൻ്റെയും അനിയൻ്റെയൊക്കെ സൗണ്ട് മിമിക്രി ചെയ്യാറുണ്ടാവും അല്ലേ. അപ്പം അങ്ങനെ നട്ട്കട്ടിനെ झटपट കളിയാക്കി. അപ്പോൾ രണ്ടുപേരും ചിരിച്ചു. लेकिन झटपट ने नटखट का बस्ता उसे पकड़ाकर पुल की मुंडेर पर से अपना बस्ता उठाया. അങ്ങനെ झटपट എന്ത് ചെയ്യും, നട്ട്കട്ടിന് അവൻ്റെ ബാഗ് തിരിച്ചു കൊടുത്തിട്ട് നമ്മുടെ ബ്രിഡ്ജിൻ്റെ അവിടെ വെച്ചിരുന്ന സ്വന്തം ബാഗ് എടുക്കാൻ പോയി. തോ ഏകദം ചിന്തിത് ഹോക്കർ ബോല. അപ്പോൾ അവൻ പെട്ടെന്നൊരു കാര്യം അവന് ഓർമ്മ വരും. ചിന്തിത് ഹോക്കർ എന്ന് വെച്ചാൽ ചിന്തിച്ചുകൊണ്ട് പറയും, അരേ ഛോട്ടെ ഹം ദോനോ കെ കപ്പടേ ഭീഗ് ഗയേ ഹേ. ഈ ചെറുതെ നമ്മുടെ രണ്ടുപേരുടെയും കുപ്പായം നനഞ്ഞിട്ടായിരിക്കുന്നത്. ഹമേ ഭീഗേ കപ്പടോ മേ ദേഖ് മാ പൂച്ചേഗി തോ ക്യാ കഹിങ്കെ. ഈ നനഞ്ഞു കുളിച്ച കുപ്പായത്തെ അമ്മ കണ്ടിട്ട് ചോദിക്കും എന്തായാലും. അപ്പം എന്ത് പറയും, ഹാ ബഡേ അബ്, അയ്യോ ശരിയാണല്ലോ, ഇപ്പം എന്താ ചെയ്യാന്ന് ചോദിക്കും. നട്ട്കട്ടിനെ ഏക് പൽ സോച്ചാ ഓർ ബോല. നട്ട്കട്ട് ഒരു നിമിഷം ആലോചിച്ചു, എന്നിട്ട് പറഞ്ഞു, ആ ഓ ദോഡ് ലഗാത്തേ ഹെ, വാ നമുക്ക് ഓടാം എന്ന് പറയും. കപ്പടേ അപ്നെ ആപ് സൂക്ക് ജായെങ്കെ. നമ്മൾ സ്പീഡിൽ ഓടിക്കഴിഞ്ഞാൽ നമ്മുടെ കുപ്പായം ഒറ്റയ്ക്ക് അങ്ങ് സൂക്ക് ജാവുകെ എന്ന് വെച്ചാൽ ഉണങ്ങിപ്പോവും. हाँ ये ठीक है. झटपट ने अपना बस्ता पीठ पर टांगते हुए कहा. അപ്പോൾ झटपट അവൻ്റെ ബാഗ് അവൻ്റെ പുറത്ത് ടാങ്കരാന്ന് വെച്ചാൽ തൂക്കിക്കൊണ്ട് പറയും, ആ അത് ശരിയാണല്ലോ. നട്ട്കട്ട് ने भी अपना बस्ता पीठ पर टांग लिया. ചെറിയ ആളും അവൻ്റെ ബാഗ് എടുത്തിട്ട് അവൻ്റെ പുറത്ത് തൂക്കി. और झटपट के बराबर खड़े होकर दौड़ शुरू करने की अंदाज में बोला. അപ്പോൾ നമ്മൾ ഓടാനിരിക്കുമ്പോൾ എങ്ങനെയാണ്, രണ്ടുപേരും ഇങ്ങനെ സൈഡ് ബൈ സൈഡ് നിൽക്കും അല്ലേ, എന്നിട്ടാണ് ഓടാൻ പോവുക. അപ്പോൾ അതുപോലെ ബരാബർ ഒരേപോലെ ഒരേ ലൈനിൽ നിന്നിട്ട് നമ്മുടെ ഓട്ടം തുടങ്ങാനുള്ള ആ ഒരു ഇതിൽ പറയും, ഏക് ദോ തീൻ 1 2 3 ഓടിക്കോ. ദോനോ ദോഡ് പടി, രണ്ടുപേരും ഒറ്റ ഓട്ടം കൂടി. ആകെ പീछे नहीं एक दूसरे के हाथ पकड़कर साथ साथ. മുമ്പിലും പിന്നിലും ആയിട്ടല്ല, രണ്ടുപേരും എങ്ങനെ ഓടിയത്, കൈ പിടിച്ച് ഒരുമിച്ചാണ് ഓടിയത്.
സർദിയാ അബി ഷുറൂ നഹി ഹുയി ഥി, മൗസം സാഫ് ത. അപ്പോൾ തണുപ്പ് കാലം, സർദി എന്ന് വെച്ചാൽ തണുപ്പ് കാലം തുടങ്ങിയിട്ടുണ്ടായിരുന്നില്ല. മൗസം സാഫ് ത, നല്ല ക്ലിയർ ആയിട്ടുള്ള വെതറായിരുന്നു, ചൂടുമല്ല തണുപ്പുമല്ല. ചട്കീലി ധൂപ്പ് നിക്ലി ഹുയി തി, ചട്കീലി എന്ന് വെച്ചാൽ നല്ല ബ്രൈറ്റ് ആയിട്ടുള്ള, ധൂപ്പ് എന്ന് വെച്ചാൽ ചൂട്, നിക്കൽന എന്ന് വെച്ചാൽ പുറത്തോട്ട് വന്നിട്ടുണ്ടായിരുന്നു. ദോനോ ഭായി മസേ മേ ദോർത്തെ ചലേ ഗയേ, രണ്ടുപേരും നല്ല സന്തോഷത്തോടെ ഓടി ഓടി അങ്ങ് പോയി. നാല പാർക്കിയ, നമ്മുടെ തോട് കടന്നു. ബാഗ് പാർക്കിയ, പൂന്തോട്ടം കടന്നു. പാർ കർണ എന്ന് വെച്ചാൽ കടന്നു പോവുക. ഖേത്ത് പാർക്കിയ, ഫീൽഡ് കടന്നു. ബർഗത് കോബി പീछे छोड़ दिया, നമ്മുടെ ബാനിയൻ ട്രീനെയും പിന്നിലാക്കി ഓടി. ലേക്കിൻ പോക്കർ തക് പहुँचते पहुँचते दोनों तक गए और रुक गए. പോക്കർ എന്ന് വെച്ചാൽ എന്താ, നമ്മുടെ ചളിക്കൊണ്ടെത്തുമ്പോഴത്തേക്കും രണ്ടുപേരും തക് ഗയേ എന്ന് വെച്ചാൽ തളർന്നു പോയി. और रुक गए എന്ന് വെച്ചാൽ നിന്നുപോയി. कपड़े सूख गए छोटे, झटपट ने हाँफते हुए लेकिन खुश होते हुए कहा. നമ്മുടെ കുപ്പായം ഉണങ്ങി ചോട്ടെ എന്ന് പറയും, झटपट പറയും. ഹാഫ്തേ ഹുയി എന്ന് വെച്ചാൽ കിതച്ചുകൊണ്ട്, ഇത്രയും ഓടിയിട്ട്. കിതച്ചിട്ടാണെങ്കിൽ സന്തോഷത്തോടെയാണ് പറയുന്നത്, കുപ്പായം ഉണങ്ങിയല്ലോ, ഇനിയിപ്പോൾ അമ്മ ആൾക്കും അറിയില്ല. ഹാ ബടി വാക്കൈ, അപ്പം എന്താ വാക്കൈ എന്ന് വെച്ചാൽ ശരിക്കും. അപ്പം അനിയനെന്താ പറയുക, ആ ശരിയാണല്ലോ ബഡേ, ശരിക്കും. കപടേ തോ സൂഖ് ഗയേ, നമ്മുടെ കുപ്പായം ഉണങ്ങിയല്ലോ. നട്ട്കട്ട് ने भी खुश होकर कहा, നട്ട്കട്ടും സന്തോഷത്തോടെ പറയും. തബി നട്ട്കട്ട് കോ പോക്കർ കിനാരെ ചിക്നി ഗിട്ടി ദിഖായി പടി. അപ്പോൾ നമ്മുടെ ഝട്പട്ടും നട്ട്കട്ടും എവിടെ എത്തിയിരിക്കുന്നത്, പോക്കർക്ക് കിനാരെ അല്ലേ, നമ്മുടെ ചെളിക്കുണ്ടിൻ്റെ അടുത്ത്. കിനാര എന്ന് വെച്ചാൽ അരികിൽ. ചിക്നി ഗട്ടി, ചിക്നി എന്ന് വെച്ചാൽ നിങ്ങൾ ചിക്നി ചമേലി സോങ് കേട്ടിട്ടുണ്ടാവും, അതിൽ ചിക്നി എന്ന് വെച്ചാൽ എന്താണ്, സ്മൂത്ത്, നല്ല സോഫ്റ്റ് ആൻഡ് സ്മൂത്ത്. ഗിട്ടി എന്ന് വെച്ചാൽ എന്താ, കല്ല്, കുഞ്ഞ് കല്ലിനെയാണ് നമ്മൾ ഗിട്ടി എന്ന് പറയുന്നത്. दिखाई पड़ी എന്ന് വെച്ചാൽ അവിടെ കിടക്കുന്നത് കണ്ടു. नटखट ने उसे उठा लिया और तिरछे होकर उसे इस तरह फेंका कि गिट्टी पानी की सतह पर उछलती हुई दूर तक चली गई. നട്ട്കട്ട് ഈ നമ്മുടെ സ്മൂത്ത് ആയിട്ടുള്ള സ്റ്റോൺ എടുത്തിട്ട് തിരിച്ചേ ഹോന വെച്ചാൽ നമ്മളൊരു സാധനം എറിയാൻ വേണ്ടി, ബോളൊക്കെ എറിയാൻ പോകുമ്പോൾ ഒന്ന് ബാക്കോട്ട് കൈയൊക്കെ വെച്ചിട്ട് ചെരിഞ്ഞ് നിന്നിട്ടല്ലേ എറിയുക, അതുപോലെ നട്ട്കട്ട് ഈ കല്ലെടുത്തിട്ട് ഒറ്റേറ് വെള്ളത്തിലോട്ട്. അപ്പോൾ വെള്ളത്തിൽ നമ്മൾ ഒരു കല്ല് എറിഞ്ഞാൽ എന്താണ് സംഭവിക്കുക, ഇവിടെ നോക്കുക. ആദ്യം കല്ലിങ്ങനെ വെള്ളത്തിൽ ഒരിക്കൽ വീണു, പിന്നെ വീണ്ടും ഇങ്ങനെ പോവും അല്ലേ, വെള്ളത്തിൽ ഇങ്ങനെ തൊട്ട് തുള്ളി പോകുന്ന പോലെ തോന്നും നമുക്ക്. അതാണ് സതഹ് പർ ഉച്ചൽത്തി ഹോയി ദൂർ തക് ചലി. അങ്ങനെ ഈ കല്ല് തുള്ളി വെള്ളത്തിൻ്റെ മുകളിൽ അകത്ത് താഴെ വീണ് പോവാതെ തുള്ളി പോയി. ദേഖാ ദേഖി झटपट ने भी गिट्टी उठाकर फेंक दी. കണ്ട പാതി കാണാത്ത പാതി झटपट എന്ത് ചെയ്തു, ഒരു നല്ല കല്ലെടുത്തിട്ട് ഒറ്റേറ്. ഫേക്നാന്ന് വെച്ചാൽ എറിയുക. ലേക്കിൻ ഉസ്കി ഗിട്ടി ഏകദം പാനി മേ ഗുഡുപ്പ് ഹോ ഗയി. ഗുഡുപ്പ് ഹോനാന്ന് വെച്ചാൽ എന്താണ്, മുങ്ങിപ്പോവുക. പക്ഷെ झटपट എറിഞ്ഞ കല്ല് ഒറ്റ നിമിഷത്തിൽ അങ്ങ് പാനിയിൽ വെള്ളത്തിൽ താഴോട്ട് പോയി. ബഡേ തുമക്കോ ഗിട്ടി പരാനാ നഹി ആത്ത. അപ്പോൾ നമ്മുടെ നട്ട്കട്ട് എന്താ ചോദിക്കുന്നത്, നിനക്ക് ഈ കല്ലെറിഞ്ഞിട്ട് അതിനെ തുള്ളിക്കാൻ അറിയില്ലേ ചോദിക്കും. പേരാനാന്ന് വെച്ചാൽ നീന്തിക്കാൻ എന്നാണ് അർത്ഥം വരുന്നത്, പക്ഷേ ഇവിടെ കല്ലിനെ നീന്തിക്കാൻ നിനക്കറിയില്ലേ എന്നാണ് ചോദിക്കുന്നത്. ഹാ ചോട്ടെ തും സിക്കാ സക്തേ ഹോ. അപ്പോൾ ബഡേ എന്താ പറയുക, എനിക്കറിയില്ല, നീ എന്നെ പഠിപ്പിച്ചു തരുമോ. ക്യൂ നഹി അബീലോ, ഇപ്പം പഠിപ്പിച്ചു തരാമല്ലോ എന്ന് പറയും. नटखट ने ध्यान से नीचे देखकर एक गिट्टी उठाई और झटपट को दिखाते हुए बोला. നട്ട്കട്ട് സൂക്ഷിച്ച് താഴെ നോക്കിയിട്ട് ഒരു കല്ലെടുത്തു, എന്നിട്ട് झटपट കാണിച്ചുകൊണ്ട് പറയും, ഗിട്ടി ऐसी लो जो ज़्यादा भारी और खुरदुरी न हो. എങ്ങനത്തെ കല്ല എടുക്കണ്ടേ, എങ്ങനത്തെ ഗിട്ടി എടുക്കണ്ടേ, ज़्यादा ഭാരി അധികം വെയിറ്റ് ഉള്ളതും, ഖുർദുരി റഫായതും, ഖുർദുരി വെച്ചാൽ പരിപരുക്കനായതും എടുക്കരുത്. ഹൽക്കി ഓർ ചിക്നി ലോ, ലൈറ്റ് വെയിറ്റ് കുറഞ്ഞതും, ചിക്നി എന്ന് വെച്ചാൽ സ്മൂത്തായ ഗിട്ടിയാണ് എടുക്കേണ്ടത്, കല്ലാണ് എടുക്കേണ്ടത്. ഓർ ഉസേ ഇസ് തരഹ് ഫേക്കോ, എന്നിട്ട് ഇതുപോലെ എറിയാന്ന് പറയും. ലേക്കിൻ അബ് തക് झटपट കാ ധ്യാൻ ബട്ട് ചുക്കാത്ത. പക്ഷേ ഇതൊക്കെ കേട്ട് വരുമ്പോഴത്തേക്കും നമ്മുടെ झटपटൻ്റെ ശ്രദ്ധ വേറെ എവിടെയോ, ബട്ട് ചുക്കാത്ത വെച്ചാൽ വേറെ വഴിക്ക് പോയിട്ടുണ്ടായിരുന്നു. വ പോക്കർ കെ പാനി പർ തേർത്തി ബത്കോ കോ ധ്യാൻ സേ ദേഖ് രഹാ താ. നമ്മുടെ झटपट എന്ത് ചെയ്യായിരുന്നു, നമ്മുടെ നട്ട്കട്ട് ഇത് പഠിപ്പിച്ചു കൊടുക്കുമ്പോൾ നമ്മുടെ തോടിൻ്റെ ഇതിലൂടെ പോയിക്കൊണ്ടിരിക്കുന്ന താറാവുകളെ നോക്കിയിരിക്കുകയായിരുന്നു. ഓക്കെ, അപ്പോൾ നല്ലൊരു ഫണ്ണി ആയിട്ടുള്ള ചാപ്റ്റർ ആയിരുന്നു അല്ലേ. അപ്പോൾ എല്ലാവർക്കും ഇത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം, ഞാൻ അതിന് റിപ്ലൈ തരാം. ഓക്കെ, ബൈ.